തരംഗചലനം ശബ്ദം. ഇത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് ഫിസിക്സിൻ്റെ. നമ്മുടെ LP UPയിൽ ഫിസിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗവും കൂടിയാണ് തരംഗചലനം ശബ്ദം എന്ന് പറയുന്ന ഈ ഭാഗം. ഏറ്റവും ആദ്യത്തെ ഭാഗം ദോലനം. ദോലനം അങ്ങനെ ചെറിയ രീതിയിലാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതായത് ഊഞ്ഞാലിൻ്റെ ചലനം ഏതാണ്, സിമ്പിൾ പെൻഡുലത്തിൻ്റെ ചലനം എപ്രകാരമാണ്, ഇങ്ങനെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഉത്തരമായിട്ടാണ് ദോലനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതായത് ദോലനം ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ദോലനം നമ്മൾ പഠിക്കണം. ഇതിൽ ഒരു ഊഞ്ഞാൽ ദോലനം, ഇതൊരു ഊഞ്ഞാലാണെന്ന് സങ്കല്പിക്കുക. ഊഞ്ഞാൽ കെട്ടിയിട്ടേക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഊഞ്ഞാൽ നമ്മൾ ആടുന്നത് എങ്ങനെ? ഇതെങ്ങനെ, ഇതിന് നേരെ ഇങ്ങോട്ട് വരും, അതുപോലെ ഇതിങ്ങോട്ടും ആടും. ഇങ്ങനെയാണ് നമ്മൾ ഊഞ്ഞാൽ ആടുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും, ഇങ്ങനെയാണ് നമ്മൾ ഊഞ്ഞാലാടുക. അപ്പോൾ ഇതിനൊരു തുലന സ്ഥാനമുണ്ട്. തുലന സ്ഥാനം ഏതാണ്? ആ തുലന സ്ഥാനം അതായത് ഊഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ആടാതെ ഇട്ടിരിക്കുമ്പോൾ, അത് ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ, ഈ പോർഷൻ ആടാതെ നിൽക്കുന്ന ഈ പോർഷൻ, ഇതിനെ പറയുന്നതാണ് തുലന സ്ഥാനം. ഈ തുലന സ്ഥാനത്തിനെ ആസ്പദമാക്കിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്കിതിനെ ദോലനം ആരംഭിക്കുന്ന സ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്വതന്ത്രാവസ്ഥയിൽ നിന്ന് ദോലനം ആരംഭിക്കുന്ന സ്ഥാനം, ദോലനം ആരംഭിക്കുന്ന ഇതിനെ പറയുന്ന പേരാണ് തുലന സ്ഥാനം. അപ്പോൾ ദോലനം എന്തായിരിക്കും? തുലന സ്ഥാനത്തെ ആസ്പദമാക്കി എന്ത് ചെയ്യുന്നു? ഈ തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശത്തേക്കും ചലിക്കുന്നതിനെയാണ് ദോലനം എന്ന് പറയുന്നത്. തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശത്തേക്കും കൃത്യമായ ഇടവേളകളിൽ ചലിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ചലിക്കുന്നതിനെയാണ് ദോലനം എന്ന് പറയുന്നത്. ദോലനം. ഊഞ്ഞാലിൻ്റെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളാണ്. ഊഞ്ഞാലായിക്കോട്ടെ സിമ്പിൾ പെൻഡുലായിക്കോട്ടെ, രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന് തുലന സ്ഥാനം, രണ്ട് ദോലനം. തുലന സ്ഥാനം എന്ന് പറയുന്നത് ദോലനം ആരംഭിക്കുന്ന സ്ഥാനം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഈ സ്ഥാനം, ഇതിനെ പറയുന്ന പേരാണ് തുലന സ്ഥാനം. ദോലനം എന്ന് പറയുന്നത് തുലന സ്ഥാനത്ത് നിന്നും ഇരുവശത്തേക്കും കൃത്യമായ ഇടവേളകളിൽ ചലിക്കുന്നതിനെ പറയുന്നതാണ് ദോലനം. അപ്പോൾ ഇതിൽ ഒരു സംഗതിയുണ്ട്. ഇതിന് നമ്മൾ പേര് കൊടുക്കുകയാണ് A, O, B, ഇങ്ങനെ പേര് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഈ ദോലനം ആരംഭിക്കുന്ന സ്ഥാനം. ദോലനം എന്താണെന്ന് നമ്മൾ പഠിച്ചു. തുലനാവസ്ഥയിൽ നിന്ന് ഇരുവശത്തേക്കും കൃത്യമായി ഇടവേളകളിൽ ചലിക്കുന്നതിനാണ് ദോലനം എന്ന് പറയുന്നത്. അപ്പം ദോലനം ആരംഭിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? തുലന സ്ഥാനം. അത് O. ഈ ഓയാണ് ദോലനം ആരംഭിക്കുന്ന സ്ഥാനം എന്ന് നമുക്കറിയാം. ഈ തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എത്ര? നമ്മളിത് അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം A എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഈ O മുതൽ ഇത് മുതൽ ഈ വേ വരെ, അല്ലെങ്കിൽ ഈ O മുതൽ ഈ B വരെ, ഏതെങ്കിലും ഒന്ന്. ഇത് മുതൽ ഇതുവരെയോ ഇത് മുതൽ ഇതുവരെയോ ഉള്ള പരമാവധി ദൂരത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. പരമാവധി സ്ഥാനാന്തരത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈസി ആയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് A. പരമാവധി സ്ഥാനാന്തരം എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട് A.
തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എ. അത് നോക്കാൻ അത് ഈസിയാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര്, തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിനെ വിളിക്കുന്ന പേരാണ് ആയതി. ഇത് മുതൽ ഇതുവരെയുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് ആയതി. ആയതി തുലന സ്ഥാനം നമുക്കറിയാം. ഈ തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരമാണ് ആയതി. തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരമാണ് ആയതി. ഇത് മുതൽ ഇതുവരെയുള്ള ദൂരം, ഇതിനെ പറയുന്ന പേരാണ് ആയതി. ഈ ആയതിയെ നമ്മൾ സൂചിപ്പിക്കുന്ന അക്ഷരം എ. ആയതിയെ സൂചിപ്പിക്കുന്ന അക്ഷരം എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ആയതിയെ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുക. അതുകൊണ്ടാണ് എ എന്ന അക്ഷരം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ SI യൂണിറ്റ് മീറ്ററാണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ. ആംപ്ലിറ്റ്യൂഡിൻ്റെ SI യൂണിറ്റ് മീറ്റർ. ഒരു ദോലനം എങ്ങനെയാണ് പൂർത്തിയാകുന്നത്? ഇപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. എങ്ങനെയാണ് ഒരു ദോലനം പൂർത്തിയാക്കുന്നത്? രണ്ട് രീതിയിൽ പറയാം. ഒന്ന് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഏത്? 0 ആണ് തുലന സ്ഥാനം, അല്ലെങ്കിൽ O ആണ് തുലന സ്ഥാനം. ഇവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, തിരിച്ചും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. ഇവിടെ A ആണെന്ന് നമ്മൾ നേരത്തെ കാണിച്ചു. ഇവിടെ ഏതാണെന്ന് നമ്മൾ കാണിച്ചു, B ആണെന്ന് നമ്മൾ കാണിച്ചു. അപ്പോൾ ഈ ഓയിലാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു ദോലനം എന്ന് പറയുന്നത് ഈ ഓയിൽ തുടങ്ങി എയിലോട്ടായിരിക്കും ചിലപ്പോൾ വരിക, അല്ലെങ്കിൽ ബിയിലോട്ടായിരിക്കും വരിക. നമ്മളിപ്പോൾ എയിലോട്ട് കൊണ്ടുവരുന്നു. ഓയിൽ തുടങ്ങി എയിലോട്ട് വന്ന് തിരിച്ച് ഇവിടെ നിന്ന് ഓയിലോട്ട് വീണ്ടും വന്ന് ഇവിടെ നിന്ന് വീണ്ടും ബിയിലോട്ട് വന്ന് അവിടെ നിന്ന് തിരിച്ച് ഓയിലെത്തുമ്പോഴാണ് ഒരു ദോലനം പൂർത്തിയാവുന്നത്. ഒരു ദോലനം പൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ ഈ തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്ക് വന്ന് അവിടെ നിന്ന് അടുത്ത വശത്തേക്ക് പോയി വീണ്ടും തുലന സ്ഥാനത്തെത്തുമ്പോഴാണ് ഒരു ദോലനം പൂർത്തിയാവുന്നത്. തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്ക് വന്ന് അവിടെ നിന്ന് വീണ്ടും അടുത്ത വശത്തേക്ക് പോയിട്ട് വീണ്ടും തുലന സ്ഥാനത്തിലേക്ക് എത്തുമ്പോഴാണ് ഒരു ദോലനം പൂർത്തിയാവുക. ഇതിപ്പോൾ ഓയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് നമ്മൾ എയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലോ, ഈ എയിൽ നിന്ന് തുടങ്ങി ബിയിലെത്തി അവിടെ നിന്ന് വീണ്ടും എയിലെത്തുമ്പോൾ ഒരു ദോലനം പൂർത്തിയാവും. ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തത് എയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഈ എയിൽ നിന്ന് തുടങ്ങി ബിയിലെത്തി ഈ ബിയിൽ നിന്ന് തിരിച്ച് വീണ്ടും എയിലെത്തുമ്പോൾ ദോലനം പൂർത്തിയാകും. രണ്ട് കേസാണ് പറഞ്ഞത്. ദോലനത്തിന് കൂടുതൽ ഉദാഹരണം അതാണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ചലനം. സിമ്പിൾ പെൻഡുലം, ക്ലോക്കിലെ പെൻഡുലം എന്നിവ. ഈ ക്ലോക്കിലെ പെൻഡുലം, പഴയകാലത്തെ ക്ലോക്കിൻ്റെ പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹസങ്കരത്തെക്കുറിച്ച് CRT ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻവാർ എന്നാണ്. ഇൻവാർ പഴയകാല പെൻഡുലം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ലോഹസങ്കരമാണ് ഇൻവാർ. പഴയകാല പെൻഡുലത്തിൻ്റെ നീളം കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 മീറ്റർ. ഏകദേശം 1 മീറ്ററാണ്. അതായത് കറക്റ്റ് അളവെന്ന് പറഞ്ഞാൽ 99.35 സെൻറ്റിമീറ്റർ. കറക്റ്റ് അളവ് 99.35 സെൻറ്റിമീറ്റർ. ഇനി ഒരു പ്രോബ്ലം. മുപ്പത് ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയമെടുത്തു. എങ്കിൽ ഒരു ദോലനം പൂർത്തിയാക്കാൻ ഒരു പെൻഡുലം എത്ര സമയമെടുക്കും? ഒരു ദോലനം പൂർത്തിയാക്കാൻ ഒരു പെൻഡുലം
എത്ര സമയമെടുക്കും? അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഒന്ന്, എത്ര ദോലനങ്ങൾ എന്നുള്ളത്. ദോലനങ്ങൾ സമം 30 തന്നിട്ടുണ്ട്. സമയം തന്നിട്ടുണ്ട്, ടൈം ടി, സമയം തന്നിട്ടുണ്ട്. 1 മിനിറ്റ്. 1 മിനിറ്റിനെ നമ്മൾ എന്തെന്ന് പറയാം? 60 സെക്കൻഡാണെന്ന് പറയാം. സെക്കൻഡായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാ? സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരെണ്ണത്തിന് വേണ്ട സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. വീണ്ടും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരെണ്ണത്തിന് വേണ്ട സമയം, ഒരു ദോലനത്തിന് വേണ്ട സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? നമുക്ക് ആവശ്യമുള്ള സമയം ഇവിടെ തന്നിട്ടുണ്ട്. 60/30. സമയം എത്രയാണ്? 2 സെക്കൻഡ് എന്ന് കിട്ടും. 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ്, അതായത് 60 സെക്കൻഡ്. ഒരു ദോലനത്തിന് വേണ്ട സമയമാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ദോലനത്തിന് വേണ്ട സമയമാണ് ചോദിച്ചിട്ടുള്ളത്, സമയം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് 60/30 2 സെക്കൻഡ് എന്ന് കിട്ടി. അതായത് 5 പേനയ്ക്ക് 10 രൂപ. എന്നാൽ ഒരു പേനയ്ക്ക് എത്ര രൂപ? സെയിം ലോജിക്ക്. എത്ര രൂപ? സെയിം ലോജിക്ക്. അപ്പോൾ നമുക്കെന്താ? എത്ര രൂപ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 10/5 = 2 എന്ന് കിട്ടുന്നത് പോലെ സെയിം ലോജിക്കിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെയാണ് പീരീഡ് എന്ന് പറയുന്നത്. ഒരു പുതിയ ടൈമാണ് പീരീഡ്. ടി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഒരു ദോലനത്തിനാവശ്യമായ സമയം, ഇതിനെയാണ് പീരീഡ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സെക്കൻഡ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സെക്കൻഡ്, എസ്, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ എഴുതുന്നത്. പീരീഡ് അളക്കുന്ന യൂണിറ്റിനെ പറയുന്ന പേര് സെക്കൻഡാണ്. സെക്കൻഡ്. ഇനി ഇതേ സാധനം വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതേ കണ്ടീഷൻസ് എല്ലാം ഇത് തന്നെ. 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയം, അല്ലെങ്കിൽ 60 സെക്കൻഡ് സമയം. കണ്ടീഷൻ ഇത് തന്നെ. ഇവിടെ വേറൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേ കണ്ടീഷനിൽ ഇതേ പെൻഡുലം 1 സെക്കൻഡിൽ എത്ര ദോലനം പൂർത്തിയാക്കും? അതാണ് കണ്ടുപിടിക്കേണ്ടത്. 1 സെക്കൻഡിൽ എത്ര ദോലനം? നേരത്തെ നമുക്ക് ടി ആണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്, അതായത് ടൈം പീരീഡാണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ഒരു ദോലനത്തിന് വേണ്ട ആവശ്യമായ സമയമാണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ഇപ്പം നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഇവിടെ ടൈം തന്നിട്ടുണ്ട്. ടൈം പീരീഡ് നമുക്ക് തന്നിട്ടുണ്ട്. 1 സെക്കൻഡാണെന്ന് തന്നിട്ടുണ്ട്. 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ എത്ര ദോലനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടീഷൻസ് എല്ലാം പഴയത് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, നേരത്തെ 1 മിനിറ്റിൽ നമ്മൾ എത്ര ദോലനങ്ങളുടെ എണ്ണം, അല്ലെങ്കിൽ 60 സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. കണ്ടീഷൻ നേരത്തെ പറഞ്ഞു 30. അപ്പോൾ 1 സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണവും എന്താണ്? ദോലനങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ 30 നമുക്കിവിടെ ഉണ്ട്. 30/60. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കേണ്ടത് സമയമായിരുന്നു. ഇപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദോലനങ്ങളുടെ എണ്ണം. 1 സെക്കൻഡിൽ എത്ര ദോലനം, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതിനടുത്ത് മുകളിലിട്ടു. നേരത്തെ കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? സമയമായിരുന്നു. അതുകൊണ്ട് നമ്മൾ സമയത്തിനടുത്ത് മുകളിലിട്ടു. ഇതാ ഇവിടെ 60/60 സെക്കൻഡ് എടുത്ത് മുകളിലിട്ടു സമയം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ദോലനം എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈ ദോലനത്തിനടുത്ത് മുകളിലിട്ടു. നമുക്ക് ആവശ്യമുള്ള 30 ദോലനം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 30 ദോലനത്തിനടുത്ത് മുകളിലിട്ടു. ഡിവൈഡഡ് ബൈ ടൈം 60 സെക്കൻഡ്. അപ്പോൾ എത്ര കിട്ടും? വെട്ടിക്കളയുമ്പോഴത്തേക്കും 2, 1, 1/2 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതിനെ നമ്മളെങ്ങനെ എഴുതും? 0.5 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എളുപ്പമാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ആവൃത്തി കണ്ടുപിടിക്കുന്നത്. ആവൃത്തി എന്താണ്? ആവൃത്തി 1 സെക്കൻഡിലുണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. എണ്ണം, ഇതിനെയാണ് ആവൃത്തി എന്ന് പറയുന്നത്.
ഇവിടെ നമ്മൾ ടൈം പീരീഡ് പറഞ്ഞപ്പം പറഞ്ഞു എന്താണ് ഒരു ദോലനത്തിന് ആവശ്യമായ സമയം, അതിനെയാണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ പീരീഡ് എന്ന് പറഞ്ഞു. നമുക്ക് ആവൃത്തി എന്ന് പറയുന്ന ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറഞ്ഞു. ഇവിടെ ഒരു സെക്കൻഡിലെ ദോലനം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ ആവൃത്തി എന്ന് ഒരു സെക്കൻഡിലെ ദോലനം നമ്മളിവിടെ കണ്ടുപിടിച്ചു. എത്രയാണ്? 0.5. അപ്പോൾ ഇവിടെ ആവൃത്തി എന്ന് പറയുന്നത് 0.5 ആണ് ആവൃത്തി. ഒരു സെക്കൻഡിലുള്ള ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഈ ആവൃത്തിയുടെ SI യൂണിറ്റ് ഹെഡ്സ് ആണ്. ഹെഡ്സ് എഴുതുന്നത് HZ ഇങ്ങനെയാണ് എഴുതുന്നത്, ഹെഡ്സ്. ആവൃത്തിയെ സൂചിപ്പിക്കുന്നത് ഇംഗ്ലീഷിൽ ആവൃത്തിയെ പറയുന്നത് ഫ്രീക്വൻസി എന്നാണ്, ഫ്രീക്വൻസി. അതുകൊണ്ട് ആവൃത്തിയെ നമ്മൾ F എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. F എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. SI യൂണിറ്റ് ഹെഡ്സ്, ആവൃത്തിയെ സൂചിപ്പിക്കുന്ന അക്ഷരം F. ഇവിടെ പീരീഡിന് നമ്മൾ ടൈമാണ് ഉദ്ദേശിക്കുന്നത് കൊണ്ട് T കൊടുത്തതുപോലെ ആവൃത്തി നമ്മൾ കണക്കാക്കുന്നതിന് ആവൃത്തി ഇംഗ്ലീഷിൽ ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് F എന്ന അക്ഷരം ഉപയോഗിക്കും. ഈ ഹെഡ്സ് എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്ന് വന്നു? ഹെൻറിച്ച് റുഡോൾഫ് ഹെഡ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, ഹെൻറിച്ച് റുഡോൾഫ് ഹെഡ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഈ ഹെൻറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി സിമ്പിൾ പെൻഡുലം വെച്ചിട്ട് 1-2 എക്സ്പെരിമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്, വളരെ പ്രധാനമാണ്. അതായത് പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് തന്നെ ഈ പീരീഡ് ഇപ്പം എത്ര കാര്യങ്ങൾ നോക്കിയിട്ടുള്ളൂ. 1 പീരീഡ് T, 2 ഫ്രീക്വൻസി F, ആവൃത്തി F, പീരീഡ് T. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. പിന്നെ ദോലനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമയം എത്രയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ, നീളം നമ്മളിങ്ങനെ കൂട്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ 25 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്റർ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുമ്പോൾ ആവൃത്തിക്ക് എന്ത് സംഭവിക്കും? ആദ്യം ഈ ആവൃത്തിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ആവൃത്തി കുറഞ്ഞു വരും, കുറഞ്ഞാണ് വരുന്നത്. പെൻഡുലത്തിൻ്റെ നീളം കൂട്ടി കൊണ്ടുപോകുമ്പോൾ ആവൃത്തിക്ക് എന്ത് സംഭവിക്കും? കുറഞ്ഞു വരും, ഫ്രീക്വൻസി കുറയും. പെൻഡുലത്തിൻ്റെ നീളം നമ്മൾ 25, 60, 100 എന്നിങ്ങനെ കൂട്ടി കൊണ്ടുവരുമ്പോൾ ആവൃത്തി കുറഞ്ഞു വരും. അതുപോലെ ഈ പീരീഡ് കൂട്ടി കൊണ്ടുവരുമ്പോൾ ടൈമാണെന്ന് നമ്മൾ പറഞ്ഞു. 1 സെക്കൻഡ്, 5 സെക്കൻഡ്, 15 സെക്കൻഡ്, ഇങ്ങനെ പീരീഡ് കൂട്ടി കൊണ്ടുവരുമ്പോഴും നമുക്ക് എന്ത് സംഭവിക്കും? ആവൃത്തി കുറയുകയാണ് ചെയ്യുന്നത്, കുറയും. ഈ കാര്യങ്ങൾ ഓർമ്മിച്ചിരിക്കുക. നീളം കൂടുമ്പോൾ ആവൃത്തി കുറയും, ടൈം പീരീഡ് കൂടുമ്പോഴും ആവൃത്തി കുറയും. വളരെ കുറച്ച് കാര്യങ്ങൾ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ദോലനം മാത്രം. ഇപ്പം ദോലനത്തിൻ്റെ തുലനസ്ഥാനം ഏറ്റവും ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത് തുലനസ്ഥാനം എന്ന് പറയുന്നത് ഈ ദോലനം ആരംഭിക്കുന്ന സ്ഥാനം, ഈ O, ഇതിനെയാണ് തുലനസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ ദോലനം എന്താണെന്ന് പറഞ്ഞു. ഈ തുലനസ്ഥാനത്ത് നിന്നും ഇരുവശത്തേക്കുമുള്ള കൃത്യമായ ഇടവേളയിലുള്ള ചലനമാണ് ദോലനം. തുലനസ്ഥാനത്ത് നിന്ന് ഇരുവശത്തേക്കുമുള്ള കൃത്യമായ ഇടവേളകളിലുള്ള ചലനമാണ് ദോലനം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ആയതി. തുലനസ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരമാണ് ആയതി. തുലനസ്ഥാനം ഇതാണ്. ഒരു വശത്തേക്ക് ഇത്രയും A ഇതുവരെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ആയതി A. ആയതിയെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കൊണ്ട് A എന്ന് സ്മോൾ ലെറ്റർ A കൊണ്ടാണ് സൂചിപ്പിക്കുക. അതിൻ്റെ SI യൂണിറ്റ് മീറ്റർ. പണ്ടത്തെ സിമ്പിൾ പെൻഡുലം നീളം ഏകദേശം 1 മീറ്ററോളം വരും, അതായത് 99.35 സെൻറ്റിമീറ്റർ. പണ്ടത്തെ സിമ്പിൾ പെൻഡുലം, ക്ലോക്കിലെ പെൻഡുലം ഉണ്ടാക്കാൻ ഉപയോഗിച്ച ലോഹസങ്കരമാണ് ഇൻവാർ, ഇത് പറഞ്ഞു. പിന്നെ ഒരു 2 കാര്യം പറഞ്ഞത് പീരീഡ് എന്താണെന്ന് പറഞ്ഞു. ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തിനെയാണ് പീരീഡ് എന്ന് പറഞ്ഞു. സെക്കൻഡിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആവൃത്തി എന്താണെന്ന് പറഞ്ഞു. 1 സെക്കൻഡിലുണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ആവൃത്തിയുടെ
ഇംഗ്ലീഷ് അതിന് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എഫ് എന്ന് നമ്മൾ സൂചിപ്പിക്കും. ഇത് കണ്ടുപിടിച്ചത് ഇതിന് യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെഡ്സ് എന്നാണ്. എസ് ഐ യൂണിറ്റ് ഹെഡ്സ് ആണ്. ആവൃത്തിയുടെ എസ് ഐ യൂണിറ്റ് ഹെഡ്സ് എന്നാണ് നമ്മൾ എഴുതുന്നത്. ഹെൻറിച്ച് റുഡോൾഫ് ഹെഡ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഹെഡ്സ് ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്തത്, HZ. ഇദ്ദേഹമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് റുഡോൾഫ് ഹെഡ്സ്. അതുപോലെ ഒരു കാര്യം പറഞ്ഞു, നമ്മളെ നീളം, സിമ്പിൾ പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ 25, 60, 100 കൂടി പോകുമ്പോൾ ഫ്രീക്വൻസി കുറയും, ആവൃത്തി കുറയും. ടൈം പീരീഡ് കൂടുമ്പോൾ 1 സെക്കൻഡ്, 5 സെക്കൻഡ്, 15 സെക്കൻഡ് എന്ന ടൈം കൂടി പോകുമ്പോൾ അപ്പോഴും ആവൃത്തി കുറയും, ഫ്രീക്വൻസി കുറയും. ഇത്രയും കാര്യങ്ങളാണ് ഫ്രീക്വൻസിയിൽ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ വളരെ ഈസി ആയിട്ട് ഓർമ്മിച്ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ അടിസ്ഥാനപരമായിട്ട് 2 ചോദ്യങ്ങൾ ചോദിച്ചാണ് കണ്ടിട്ടുള്ളത്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ചലനം അല്ലെങ്കിൽ ഊഞ്ഞാലിൻ്റെ ചലനം, ദോലനം എന്നുള്ളത് ഇതാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചോദ്യം വന്നിട്ടുള്ള മേഖല ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോഴത്തെ പാറ്റേണിൽ ചോദിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് വിശദമായിട്ട് ചോദിച്ചെന്നിരിക്കാം. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ച ആളിനെ കുറിച്ച് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഹെൻറിച്ച് റുഡോൾഫ് ഹെഡ്സിൻ്റെ കണ്ടുപിടുത്തം, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം, അതും ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഈ 3 ക്വസ്റ്റ്യനും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലൊന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത് നീളം കൂടുമ്പോൾ ആവൃത്തിക്ക് എന്ത് സംഭവിക്കുന്നു, പീരീഡ് കൂടുമ്പോൾ ആവൃത്തിക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ഒരു തുലന സ്ഥാനം ആയതി എന്ന് പറയുന്ന ഒരു ചിത്രവും ചോദിച്ചിട്ടുണ്ട്. ചിത്രം തന്നിട്ട് ആയതി എന്താണ് എന്നുള്ള കാര്യം വേണമെങ്കിലും ചോദിക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വച്ചിരിക്കുക. വെറുതെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് നോട്ട് എഴുതിയെടുത്ത് പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ പറ്റുന്നൊരു പോർഷനാണ്. സോ ഓൾ ദി ബെസ്റ്റ്.